യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ്, നേതൃത്വം, അതിൻ്റെ ശക്തിയും മനോഹാരിതയും തിരിച്ചറിയുന്നത് ലീഡർഷിപ്പ് ഈസ് പ്രോവൺ or it is expressed or it is evident not in a calm situation but in crisis. നേതൃത്വം തെളിയിക്കപ്പെടുന്നത് ശാന്തതയുടെ നടുവിലല്ല, പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ്. സാധാരണ ഒരു കപ്പൽ അതിൻ്റെ യാത്രയിൽ ക്യാപ്റ്റന്റെ എഫിഷ്യൻസി തീരുമാനിക്കുന്നത് വളരെ ചലനമില്ലാതെ കിടക്കുന്ന വെള്ളത്തിന്റെ നടുവിലല്ല, ബട്ട് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദി ട്രബിൾഡ് വാട്ടർ ദി എഫിഷ്യൻസി ഓഫ് ക്യാപ്റ്റൻ ഈസ് റിവീൽഡ് എന്ന് പറയും. യഥാർത്ഥത്തിൽ കഴിവുള്ള നേതൃത്വം, ആ നേതൃത്വത്തിന്റെ കഴിവും അവരുടെ പ്രാപ്തിയും അറിയുന്നത് പ്രശ്ന സങ്കീർണതയും പ്രശ്ന നിബിഡമായിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിലാണ്. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന്റെ അർത്ഥം, ട്രൂ ലീഡർഷിപ്പ് ഈസ് നോട്ട് പ്രോവൺ ഇൻ കാം ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ് എന്ന് പറയുന്നതിന്റെ പ്രധാന സംഗതി 3.5 വർഷക്കാലം 12 അപ്പോസ്തലന്മാരുമായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച സാക്ഷാൽ ദൈവപുത്രൻ വല്ലാതെ വിഷമിക്കുന്ന, വല്ലാതെ പ്രതിസന്ധികളുടെ നടുവിൽ വസിക്കുന്ന ശിഷ്യ സമൂഹത്തിനോട് പറയുന്ന മനോഹരമായ വാക്യമാണ് ഈ വർഷത്തെ അഖിലമലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ചിന്താ വിഷയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. വാക്യം എല്ലാവർക്കും അറിയാവോ? എല്ലാവർക്കും അറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം എന്നതാണ്, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. സാധാരണ യുവജന പ്രസ്ഥാന അംഗങ്ങളോടും വിദ്യാർത്ഥി പ്രസ്ഥാന അംഗങ്ങളോടും പറയുന്ന പോലെ ഇത്രയും പ്രായമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എല്ലാ ആത്മീക പ്രസ്ഥാനങ്ങളിലും നേതൃത്വം വഹിക്കുന്ന പ്രാർത്ഥനയോഗ അംഗങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഒന്ന് പറഞ്ഞേ. ഇതൊരു നിസ്സാര വാക്കല്ല. 12 അപ്പോസ്തലന്മാരിൽ ഒരാളെ തള്ളിപ്പറയാൻ ഒരുങ്ങിയിരിക്കുക. അത് മറ്റാരുമല്ല, അപ്പോസ്തലന്മാരിൽ ഏറ്റവും മൂപ്പനായ അപ്പോസ്തോലിക സമൂഹത്തിന്റെ വക്താവായ പരിശുദ്ധനായ പത്രോസ്ലീഹ. അദ്ദേഹം അധികം താമസിക്കാതെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കും. സോ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ വേഴ്സ് ഈസ് ദ ഡിനയൽ ഓഫ് സെന്റ് പീറ്റർ. ഒരർത്ഥത്തിൽ. രണ്ടാമത് മറ്റൊരു വശമുള്ളത്, യേശു ക്രിസ്തു 3.5 വർഷമേ ആയുള്ളൂ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പൊ ഒന്നാമത് ഡിനയൽ ഓഫ് സെന്റ് പീറ്റർ. രണ്ടാമത്തേത് യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചുള്ള വളരെ വ്യക്തമായ അറിയിപ്പ്. അതിനേക്കാളും വിഷമകരമായ ഒരു സംഭവം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്റെ നേരെ ഒന്ന് നോക്കിക്കേ. 3 കാര്യങ്ങൾ സമുദ്രത്തിന്റെ ശാന്തത നശിപ്പിച്ചു. 3 കാര്യങ്ങൾ കൂട്ടായ്മയുടെ ശക്തി നശിപ്പിച്ചു. 3 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായി ജീവിച്ച സ്വസ്ഥതയുള്ള ജീവിതത്തിന്റെ എല്ലാ സമാധാനവും കെടുത്തിക്കളഞ്ഞു. എന്താണ് 3 കാര്യങ്ങൾ? 1, പത്രോസ് തള്ളിപ്പറയാൻ ഒരുങ്ങുന്നു. 2, യൂദ ആരും നേരെ പോലും നോക്കുന്നില്ല. ഒന്നെന്നെ പറഞ്ഞ് പത്രോസ് തള്ളിപ്പറയാൻ ഒരുങ്ങുന്നു. 2, യൂദ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. 3-ാമത്തേത്, ഞാൻ അധികം താമസിക്കാതെ, ഞാനല്ല കേട്ടോ, സാക്ഷാൽ ഗുരുവായ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ കഷ്ടാനുഭവം സ്വീകരിപ്പാൻ പോകുന്നു, മരിക്കാൻ ഒരുങ്ങുന്നു. ഇതിൽ പരം സ്വസ്ഥത നഷ്ടപ്പെടാൻ എന്തുണ്ട്? അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ
17-ാം അധ്യായം വരെയുള്ള ആ അധ്യായങ്ങൾക്ക് 4 അധ്യായങ്ങൾക്ക് മനോഹരമായ ഒരു തലക്കെട്ടുണ്ട്. ദ ഫെയർവെൽ സ്പീച്ച് ഡൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരോട് നടത്തിയ വിടവാങ്ങൽ പ്രസംഗം. എന്നാ പ്രസംഗം? അതിലെ ഏറ്റവും മനോഹരമായ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ആ 15-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് അല്പം മുമ്പ് നമ്മൾ പറഞ്ഞത്. എന്റെ സ്നേഹത്തിൽ, ഒന്നൂടെ പറ, ശരിക്ക് പറ. സാരയില്ലെന്നീ പത്രോസ് തള്ളി പറഞ്ഞാലും യൂദ ഒറ്റിക്കൊടുത്താലും ഞാൻ മരിച്ചാലും സാരമില്ല. എന്റെ സ്നേഹത്തിൽ, ഒന്നൂടെ പറ, എന്റെ സ്നേഹത്തിൽ. സത്യത്തിൽ ഈ വേദഭാഗം തെരഞ്ഞെടുത്ത അഭിമന്യ തിരുമേനിയോടും മത്തായി കുന്നിൽ അച്ഛനോടും എല്ലാ ചുമതലക്കാരോടും പ്രത്യേകം നന്ദി പറയുന്ന കാര്യം, ഇത് ഇന്നത്തെ മലങ്കര സഭയുടെയും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ഒക്കെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് നമ്മെ ഉറപ്പിക്കുന്ന, കർത്താവ് നമ്മെ പ്രചോദിപ്പിക്കുന്ന, ആധ്യാത്മിക ജീവിതത്തിൽ ഒരു നഷ്ടബോധത്തിനും നിരാശയ്ക്കും വഴിയില്ല, മറിച്ച് പ്രത്യാശയ്ക്കാണ് വഴി എന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ വാക്യമാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ. എൻ്റെ സ്നേഹത്തിൽ ആളിച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഇത്രയും അധികം ആളുകൾക്ക് ക്ലാസ് എടുക്കുമ്പം ചിലര് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിനിടെ 3 വാക്ക് ആവർത്തിച്ച് പറയും. ആ 3 വാക്ക് ഞാനൊന്ന് പറയട്ടെ. പൊരുതരുത്, പറ. ഓടരുത്, സ്നേഹത്തിൽ വസിക്കുക. അത് പതുക്കെ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ്, പൊരുതരുത്, ഓടരുത്, സ്നേഹിക്കുക. ഇത് ഈ പള്ളിയിലെ കാര്യം മാത്രമല്ല കേട്ടോ, വീട്ടിലെ കാര്യവും സമൂഹത്തിലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും അതുപോലെ തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും കർത്താവ് പറഞ്ഞ വാചകത്തിൽ വളരെ മനോഹരമായി ഈ 3 അർത്ഥമുണ്ട്. എൻ്റെ ശിഷ്യന്മാരെ, നമ്മൾ 12 പേരും ഞാനും നമ്മൾ ഒരുമിച്ച് ജീവിച്ചതാ. പത്രോസ് തള്ളി പറഞ്ഞേക്കാം, യൂദ ഒറ്റി കൊടുത്തേക്കാം, ഞാൻ മരിച്ചേക്കാം, പക്ഷേ പരസ്പരം പൊരുതരുത്. പരസ്പരം പൊരുതരുത്. ആ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്യും, എന്നെ ബന്ധിക്കും, പക്ഷേ ഓടരുത്. എവിടെയോ ഒക്കെ കൊള്ളുന്നുണ്ട്. പൊരുതരുത്, പറ. ഓടരുത്. പിന്നെ എന്നാ ചെയ്യണം? സ്നേഹത്തിൽ വസിക്കുക. സത്യത്തിൽ ഈ 3 വാക്ക് മാത്രം ഒന്നോർത്തിരുന്നാ മതി. അഖിലമലങ്കര പ്രാർത്ഥനാ യോഗത്തിന്റെ ഈ സന്ദേശം വർഷാന്തരങ്ങളും മനസ്സിൽ കിടക്കും. നമ്മുടെ കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലും ഒക്കെ കർത്താവും ശിഷ്യന്മാരും അഭിമുഖീകരിച്ചതുപോലെയുള്ള വളരെ വേദനാജനകമായ അനേക സന്ദർഭങ്ങളുണ്ട്. ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ, എന്തു ഭയങ്കരായിരുന്നു, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ, വീരവാദത്തിന്റെയും പൊങ്ങച്ചം പറയലിന്റെയും നടുക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വസ്തു മുഴുവൻ പോയാലും, ശമ്പളം കിട്ടാതിരുന്നാലും, എന്നോ വലിയ രോഗം നിനക്ക് വന്നാലും ഞാൻ നിന്നെ, മിണ്ടാതിരിക്കുന്നു, ഞാൻ നിന്നെ. പക്ഷെ സംഭവം എന്നാന്ന് ഇപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. രോഗം വന്നപ്പം, അല്പം പണം കുറഞ്ഞപ്പം, ജീവിതത്തിന്റെ ചില പ്രത്യാശകൾ വന്നപ്പം പരസ്പരം നോക്കത്തില്ല. ഒരേ വീട്ടിൽ താമസിക്കുമെങ്കിലും ഒന്നും പരസ്പരം സംസാരിക്കുക പോലും ചെയ്യത്തില്ല. എന്തു ഭയങ്കരം! ഇതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഞങ്ങൾ അച്ഛന്മാരോട്, നിങ്ങൾ ഇടവക്കാർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, എന്നാൽ ഇടയ്ക്ക് നിങ്ങൾ പൊതുയോഗത്തിൽ ഞങ്ങളോട് വഴക്ക് പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾ നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ! ഇങ്ങോട്ട് നോക്കിക്കേ. പൊരുതരുത്. പൊരുതരുതെന്നൊന്ന് പറ. ഓടരുത്, സ്നേഹത്തിൽ വസിക്കുക. ഇതാണ് തമ്പുരാൻ പറഞ്ഞത്. എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ പരസ്പരം പൊരുതരുതേ.
ഞാൻ ബന്ധിക്കപ്പെട്ടാൽ നിങ്ങൾ ഓടരുതേ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഇനിയും ഞാൻ പറയാൻ പോകുന്നത് അല്പം ഒന്ന് ചിന്തിക്കുക. സ്നേഹത്തിൽ വസിക്കണം എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഈ വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇങ്ങനെയാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ, ഒന്നുകൂടെ പറഞ്ഞേ, ഇപ്പൊ പറയാൻ പോകുന്നത് ഒരു ഇച്ചിരി അല്പം നമുക്കൊക്കെ അറിയാമെങ്കിലും ഇച്ചിരി വിഷമമുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പിതാവെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? സർവശക്തനായ ദൈവത്തെക്കുറിച്ച്. പറയുന്നത് ആരാ? നിത്യനായ ദൈവത്തിന്റെ പുത്രൻ. നിത്യനായ ദൈവത്തിന്റെ പുത്രൻ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. അതെങ്ങനെയാണ്? അതൊരു വല്ലാത്ത വിഷയമാണ്. വളരെ സ്വസ്ഥതയോടെ സ്വർഗത്തിൽ ഇരുന്നപ്പം പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ രീതിയിൽ ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതേ താഴോട്ട് നോക്കിക്കേ, എല്ലാരും കഷ്ടപ്പെട്ട് ദുരിതത്തിലാണ്. പറുദീസ നഷ്ടപ്പെട്ട എന്റെ സൃഷ്ടി. ആ സാഹചര്യമൊക്കെ ഭയങ്കര രസകരമാണ്. നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ ജനനം മുതൽ എൽദോ പെരുന്നാൾ മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൗദാശിക ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പം ഈ പുത്രൻ ഇരുന്നത് പിതാവിന്റെ മാർവിലാണ്. എവിടെയായിരുന്ന്? ആ പിതാവിന്റെ മാർവിൽ ഇരുന്നയാളെ 3 മുഴം മാത്രം വലിപ്പമുള്ള പാറയിൽ വെട്ടിയ കല്ലറയിൽ ഇപ്പൊ ഇരിക്കുകയാണ്. അതായിരുന്നു കബറടക്കം. അവിടെ വെച്ച് പറഞ്ഞത് പിതാവിന്റെ മാർവ് മാത്രമാണ് പുത്രനെ ഉൾക്കൊള്ളുവാൻ മതിയായ സ്ഥലം. ആ മതിയായ സ്ഥലത്ത് നിന്ന്, ഏതാ മതിയായ സ്ഥലം? പിതാവിന്റെ മാർവ്. അവിടെ നിന്ന് അങ്ങേരെ 3 സ്ഥലത്തേക്ക് സ്വയമേവ വിനയപ്പെട്ട്, കെനോസിസ്, താഴ്മപ്പെട്ട് 3 സ്ഥലത്തേക്ക് ഇറങ്ങി. 1 മറിയാമിന്റെ ഉദരം, എന്നായി പാച്ചൻ പറഞ്ഞേ. 2 യോർദാന്റെ ഉദരം, ഒന്നുകൂടെ പറഞ്ഞേ. 3 പാതാളം, ഭൂമിയുടെ ഉദരം. ഒന്നുകൂടെ പറഞ്ഞേ. മറിയാമിന്റെ ഉദരം, യോർദാന്റെ ഉദരം, പിന്നെ പാതാളം അല്ലെങ്കിൽ ഷിയോൾ, ഭൂമിയുടെ ഉദരം. ഇരിക്കുന്നത് പിതാവിന്റെ മാർവിൽ. പിതാവിന്റെ മാർവിൽ ഇരുന്ന നിത്യനായ പുത്രനോട് വീണ്ടെടുപ്പിനു വേണ്ടി, മനുഷ്യനെ സ്നേഹിക്കുന്നതിനു വേണ്ടി, മനുഷ്യ സ്നേഹത്തിന്റെ അതിയായ താല്പര്യത്തിൽ പിതാവ് ഈ പുത്രനോട് പറഞ്ഞു, നീ മറിയാമിന്റെ ഉദരത്തിൽ ഇറങ്ങി വസിക്കണം, യോർദാന്റെ ഉദരത്തിൽ ഇറങ്ങി വസിക്കണം, പിന്നെ എവിടെ കൂടെ പോണം? ആ പാതാളം വരെ പോണം. കാര്യം, പറുദീസയിൽ എന്തൊരു സന്തോഷത്തോടെ ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. ഈ സത്യത്തിൽ ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും ഉയർപ്പിന്റെ ഞായറാഴ്ചയും പുതുഞായറാഴ്ചയും കഴിഞ്ഞു. ഞാൻ വളരെ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തിനാ കർത്താവ് മരിച്ചത്? നേരെ നോക്കിക്കേ. നമ്മളെല്ലാം പെട്ടെന്ന് പറയൂ, ഞങ്ങളുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ഞങ്ങളുടെ കർത്താവ്. ബാക്കി പറ. എന്തൊരു ഭയങ്കര വൈകാരികമാണ്. ഈ AI കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ചിലരുടെയൊക്കെ ഫോണിൽ ചാറ്റ്, ബാക്കി തന്നെ GPT. ഒരു കുസൃതിക്ക് ഞാൻ ഈ ചാറ്റ് GPT-യോട് ചോദിച്ചു, ഓശാന പെരുന്നാളിലാണല്ലോ എല്ലാം അങ്ങ് തലതിരിയുന്നത്. എല്ലാരും പ്രതീക്ഷിച്ചു അങ്ങേരൊരു കുതിരപ്പുറത്ത് കയറി യെരൂശലേമിലേക്ക് ചെല്ലും. പക്ഷെ അങ്ങേര് തെരഞ്ഞെടുത്തത് കുതിരയ്ക്ക് പകരം കഴുതയെ തെരഞ്ഞെടുത്തു.
അന്ന് മുതലാണ് ഈ കഷ്ടാനുഭവത്തിന്റെ യാത്ര. അപ്പൊ അവിടെ ഒരു ട്വിസ്റ്റ് കൊടുക്കുക. യെരൂശലേമിലേക്കുള്ള യാത്ര, അവിടം വരെ എല്ലാം ഓക്കെ. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അത്ഭുതങ്ങൾ അനവധി ചെയ്തു. എന്നെ രസമായിരുന്നു. ലാസറിനെ ഒക്കെ ഉയർപ്പിച്ചു. അങ്ങനെ ഇന്നത്തെ രീതി പറഞ്ഞാൽ മിന്നി മിന്നി നിൽക്കുകയാണ്. ആ സമയത്താണ് യെരൂശലേമിലേക്ക് പ്രവേശിച്ചു, സർവവും കുളവാക്കി. എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞേ? അവിടെ ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് യെരൂശലേമിലേക്ക് ചെല്ലുന്നു, മശിഹ ആണെന്ന് പ്രഖ്യാപനം നടത്തുന്നു. വലിയ ബഹളത്തിനൊന്നും പോകണ്ട, വലിയ ബഹളത്തിനൊന്നും പോകാതെ മശിഹ ആണെന്ന് പ്രഖ്യാപനം നടത്തി. 12 അപ്പോസ്തലന്മാർക്ക് എല്ലാ സ്ഥാനവും കൊടുത്തു. ഞാൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ കയ്യാപ്പാവിന്റെയും ഹന്നായുടെയും അതുപോലെ തന്നെ പീലാത്തോസിന്റെ ഒക്കെ മുമ്പിൽ നിന്ന് ഒറ്റ സ്വർഗാരോഹണം. സംഭവം ഇവിടെ നിന്നേനെ, സംഭവം ഇവിടെ നിന്നേനെ. ഇത്രയും നമ്മൾ കിടന്ന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. പൊരുതരുതേ, ഓടരുതേ. ഒന്നുകൂടെ പറയുന്നേ, പൊരുതരുതേ, ഓടരുതേ, പിന്നെ എന്നാ? സ്നേഹത്തിൽ വസിക്കുക. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ പോലെയല്ല. ഇപ്പൊ ഇവിടെ നമ്മളെല്ലാരും നിൽക്കുന്ന കർത്താവ് രണ്ടാമത് വരുമെന്ന് നമുക്കറിയാം. അഭിമന്യ തിരുമേനിയും കോറപ്പിസ്കോപ്പാച്ചനും നമ്മളെല്ലാരും ഉണ്ട്. ഈ സമയത്ത് ഇങ്ങോട്ടൊന്ന് വന്ന എന്നെ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്ത് എളുപ്പമാ വിശ്വസിക്കാൻ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞത് വൈ ദ ക്രോസ്, വൈ ദ ക്രോസ്, എന്തുകൊണ്ടാണ് കുരിശ്? അതിനൊരു കാരണം ഈ സ്വർഗാരോഹണത്തിലെ സെതറായിലുണ്ട്. ദുഃഖശനിയാഴ്ച അതിന്റെ സൂചനയുണ്ട് കേട്ടോ. ഈ 3 മുഴം എടയുള്ള കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കം ചെയ്തു. പക്ഷെ കർത്താവ് അവിടുന്ന് നേരെ പോയത് എങ്ങോട്ടാ? പാതാളത്തിൽ. പാതാളത്തിൽ എല്ലാ ദിവസവും ആദമും ഹൗവയും അന്ന് വരെ മരിച്ചു പോയവർ കിടക്ക വിരിക്കും. ഒരു ദിവസം ആദാം ഇങ്ങനെ കിടക്ക വിരിച്ചു പാതാളത്തിൽ. നോക്കിയപ്പോ എന്തേ, ഒരാൾ തലക്കിലിരിക്കുന്നു. ഏതേ? കിടക്കയുടെ തലക്കിലിരിക്കുന്നു. ആദാമിനൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പം പാതാളത്തിൽ ആദാമിന്റെ കിടക്കയുടെ അടുത്ത് ആദാം പറുദീസയിൽ വെച്ച് കണ്ട അതേ ദൈവം എവിടെ ഇരിക്കുന്നു? നിങ്ങൾക്കറിയാവോ? കുരിശില്ലെങ്കിൽ ആദാം രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് ആദാമിനെ പിശാച് വഞ്ചിച്ചു. ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രമ്യൂണിൽ പിശാചിനെ യേശുക്രിസ്തു വഞ്ചിച്ചു. എങ്ങനെയെന്നറിയാവോ? മനുഷ്യത്വം എന്ന ആഗ്നേയ അസ്ത്രത്താൽ. കാര്യം ദൈവം ഒരിക്കലും മരിക്കത്തില്ലെന്നായിരുന്നു ആര് വിചാരിച്ചത്? സാത്താൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തെ പ്രലോഭനവും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതും യഥാർത്ഥത്തിൽ പിശാചിന്റെ പ്രലോഭനമാണ്. എങ്ങനെയെങ്കിലും എവിടെ നിന്ന് രക്ഷപ്പെടണം? മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാൽ മരണമെന്ന അതിശക്തമായ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന, അവന്റെ എല്ലാ എൻറ്റിറ്റിയെ നശിപ്പിക്കുന്നതിനെ കർത്താവ് പരാജയപ്പെടുത്തി മരണത്തെ തോൽപ്പിച്ച് മരണത്തിനപ്പുറമായ ജീവിതം കാണിച്ചു തന്നത് കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയതുകൊണ്ടാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ നിത്യനായ ദൈവപുത്രൻ പിതാവിന്റെ മാർവിടത്തിൽ നിന്നിറങ്ങി കന്യകയുടെ ഉദരത്തിലും യോർദാന്റെ ഉദരത്തിലും പിന്നെ എവിടെയാ? പാതാളത്തിലും വസിച്ചു. ആ വാസം കൊണ്ടാണ്, അങ്ങനെ ഇറങ്ങി വന്നതുകൊണ്ടാണ് വീണുപോയ മനുഷ്യനെ തിരികെ എവിടെ കൊണ്ടുവന്നത്? അത് ഈ സ്വർഗാരോഹണത്തിലെ സെതറോയിൽ ചോദിക്കുന്നുണ്ട്. ചുവന്ന വസ്ത്രധാരിയായ
ഇവൻ ആരാണ്? എന്നെ ചുവന്ന വസ്ത്രധാരിയായ ഏദോമിൽ നിന്ന് കയറി വരുന്ന ചുവന്ന വസ്ത്രധാരിയായ ഇവൻ ആരാണ്? യഥാർത്ഥത്തിൽ കർത്താവ് അനുഭവിച്ച കഷ്ടത, കർത്താവിന്റെ മരണം, കർത്താവിന്റെ ശവസംസ്കാരം, കർത്താവിന്റെ പാതാള പ്രവേശനം, കർത്താവിന്റെ പുനരുത്ഥാനം, കർത്താവിന്റെ പ്രത്യക്ഷപ്പെടിയിൽ, കർത്താവിന്റെ സ്വർഗാരോഹണം, ഇതാണ് കർത്താവ് വെളിപ്പെടുത്തിയ സ്നേഹം. അപ്പം എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ എന്ന് പറഞ്ഞാൽ there is a participation of the ontological oneness in the Aberonuso എന്ന് പറഞ്ഞാൽ ലളിതമായി പറയാം, യേശു ക്രിസ്തുവിന്റെ മഹനീയമായ മനുഷ്യാവതാര സംഭവത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിനോട് ഒരുമിച്ച് ഭാഗവാക്കാകുന്നതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. എന്റെ സ്നേഹത്തിൽ പറ, എന്റെ സ്നേഹത്തിൽ പൊരുതരുത്. ആണ്ട് പറ, പൊരുതരുത്, ഓടരുത്, സ്നേഹത്തിൽ വസിപ്പിൻ. കർത്താവ് ഇത് ശിഷ്യന്മാരോട് പറഞ്ഞത് ആകപ്പാടെ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ നടുവിൽ പത്രോസ് ഒറ്റിക്കൊടുക്കാൻ പോകും. ആ പത്രോസ് ഒറ്റിക്കൊടുക്കല്ലായിരുന്നല്ലോ, തള്ളി പറഞ്ഞു. യൂദ ഒറ്റിക്കൊടുത്തു. തന്റെ മരണം തൊട്ടടുത്തിരിക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും യേശുക്രിസ്തു പറയുന്നു, ഇത് രക്ഷാകര പദ്ധതിയാണ്, വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ രക്ഷാകര പദ്ധതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനോട് ഒരുമിച്ച് വസിക്കുക. അതുകൊണ്ടാണ് 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പീൻ, ബാക്കി എന്നാ, ഞാൻ നിങ്ങളിലും വസിക്കും. 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ കൽപ്പനകൾ പ്രമാണിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. ഞാൻ ഇനി ഒരു സ്വല്പം കൂടെ കട്ടി കൂടി പറയുകയാണ്, അങ്ങനെ പറയുന്നേ ക്ഷമിക്കണം. ഈ നമ്മുടെ കൗമ പ്രാർത്ഥന ഒന്ന് തുടങ്ങിക്കേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. സത്യത്തിൽ അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നമ്മളെല്ലാം ചൊല്ലി അല്പം വേദവിപരീതം ചൊല്ലുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം യോഹന്നാൻ, പൗലോസ്ലിഹായും യോഹന്നാൻ അപ്പോസ്തലനും തമ്മിൽ വേദശാസ്ത്രപരമായ ചില വ്യക്തതകൾ, വ്യത്യാസമല്ല, ചില വ്യക്തതകൾ കൂടുതലുണ്ട്. ഈ പൗലോസ്ലിഹ പറയുമ്പം പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആവാസം എന്ന് പറയും. എന്നാൽ യോഹന്നാൻ ആവർത്തിച്ച് പറയുന്നത് ഞാനും എൻ്റെ പിതാവും ബാക്കി തന്നെ ഒന്നാകുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും. നമ്മുടെ പാമ്പാക്കട നമസ്കാരത്തിലും കുർബാനക്രമത്തിലും ഇനിയും പ്രാർത്ഥനയോഗത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം കൗമ പ്രാർത്ഥന ആരംഭിക്കും. ഇതുവരെ പുസ്തകം നോക്കാതെയാ ചൊല്ലിക്കൊണ്ടിരുന്നേ. ഇനിയും പുസ്തകം ഒന്ന് നോക്കി ചൊല്ലണേ. ഇത് ഇങ്ങനെയാതെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. 1-2 പേരുടെ വായിന്നേ കേൾക്കുന്നുള്ളൂ. അപ്പൊ സ്തുതിച്ചത് ആരെയാണ്? കൊഴഞ്ഞു. എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്ങനെയാ പിതാവ് സ്നേഹിച്ചേ? നിസായിലെ മാർ ഗ്രിഗോറിയസ് പറയുന്നു, എനിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യ ഏക ദൈവം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്ന് പറഞ്ഞാൽ സ്തുതി സത്യേക ദൈവത്തിനാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യം, സ്വർഗവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ഇത്രയും ചൊല്ലിയിട്ടാ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നേ. ഇപ്പൊ പിള്ളേരൊക്കെ
എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഏക ദൈവമാണോ 3 ദൈവമാണോ? നമുക്ക് അങ്ങനെ ചില ധാരണകൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഇസ്ലാം സഹോദരങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുക. സുറിയാനിക്കാർ വിശ്വാസപ്രമാണം ചൊല്ലിയത് എങ്ങനെയാണെന്നറിയാവോ? എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ഹാദ് വിശേഷണത്തെക്കാളും വർബാണ്. സത്യദൈവം ഏകനാകുന്നു. സത്യദൈവം, ഒന്നുകൂടെ പറഞ്ഞേ, സത്യദൈവം. അതാണ് യോഹന്നാൻ പഠിപ്പിച്ചത്. അതാണ് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലെ അടിസ്ഥാന പഠിപ്പിക്കൽ. കഷ്ടമനുഭവിക്കാൻ പോകുന്ന, മരിക്കാൻ പോകുന്ന, പത്രോസ് തള്ളിപ്പറയാൻ പോകുന്ന, യൂദ ഒറ്റിക്കൊടുക്കാൻ പോകുന്നയാളെ നസ്രായക്കാരൻ യേശു എന്ന് നിങ്ങൾ കാണുന്ന ഗുരുവല്ല, മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവം. അതുകൊണ്ടാ പറഞ്ഞത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ ബാക്കി എന്നാ എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ ഇവിടെ ഒന്ന് പറയുന്നതിൽ നിങ്ങളെ അല്പം കൂടിപ്പോയെന്ന് ചിന്തിക്കരുത്. 1 എസൻസ് 3 പേഴ്സൺസ്. ഇത് അടിസ്ഥാനപരമായി പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള പഠിപ്പിക്കല. എന്നാ പറഞ്ഞേ? 1 എസൻസ്, പിന്നെ എന്നാ 3 പേഴ്സൺസ്. 3 അല്ല, മറിച്ച് ഏക സാരാംശവും 3 കുനൂമാകളും. യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്റെ മനോഹര ഭാവം. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് യോഹന്നാൻ പഠിപ്പിച്ചെങ്കിൽ, യോഹന്നാൻ പഠിപ്പിച്ചത് സത്യേക ദൈവത്തിൽ വ്യാപരിക്കുന്ന, സത്യേക ദൈവം പ്രപഞ്ചത്തിൽ വ്യാപരിപ്പിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് അവിടെ വളരെ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു 1 എസൻസ് ആൻഡ് 3 പേഴ്സൺസ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊസിയ 1, അതേസമയം കുനൂമ 3. എന്നാൽ 3 സെപ്പറേറ്റഡ് അല്ല, മറിച്ച് ഒന്നാണ്. ആ 1 എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പിതാക്കന്മാർ ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം എടുത്തിട്ട് അവര് പറഞ്ഞു, ട്രിനിറ്റേറിയൻ യൂണിറ്റി ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് പരിശുദ്ധ തൃത്വത്തിന്റെ ഒരുമ, വണ്ണസ്. ഇത് പ്രത്യേകിച്ച് ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ വേദശാസ്ത്രത്തിന്റെ കേന്ദ്രമാണ് ഈ വാക്യം. കാര്യം, യഥാർത്ഥത്തിലുള്ള പരിശുദ്ധ തൃത്വത്തിന്റെ ഒരുമിപ്പ് എന്ന് പറയുന്നത് ദ ട്രിനിറ്റി ആസ് എ യൂണിയൻ ഓഫ് ലവ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് യോഹന്നാൻ ചുമ്മാ രസത്തിനെ, ദൈവം ക്ഷമയാകുന്നു, ദൈവം സത്യമാകുന്നു എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂഷനി പറഞ്ഞതല്ല. വളരെ അടിസ്ഥാനപരമായി യോഹന്നാൻ അപ്പോസ്തലൻ, പ്രത്യേകിച്ച് 1 യോഹന്നാൻ 4:8 അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, Trinitarian love is a communion of love, and that communion of love is the real true one God. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദൈവം സ്നേഹമാകുന്നു. ഞാൻ ഇതിനോട് ചേർന്ന് ഇത് മനോഹരമായി വ്യാഖ്യാനിക്കുന്ന ഒരു പിതാവിന്റെ ഉദ്ധരണി പറയാം. നിങ്ങൾ ക്ഷീണിച്ചോ? പൊരുതരുത്, ഓടരുത്, എന്നെ എടുക്കുക, സ്നേഹത്തിൽ വസിക്കുക. ഫാദർ ഈസ് ദ ലവർ. എല്ലാവരെയും സ്നേഹിക്കുന്ന, സ്നേഹത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പിതാവാം ദൈവമാണ്. ഇനി അടുത്തത് കേട്ടോണേ. ഇത് പറഞ്ഞത് സെന്റ് ഓഗസ്റ്റിൻ ഡി ട്രിനിറ്റി, ട്രിനിറ്റിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗത്തിൽ പറഞ്ഞു, ഫാദർ ഈസ് ദ ലവർ. അടുത്ത വാക്യം, ദ സൺ ഈസ് ദ ബിലവഡ്. പുത്രൻ ആരാണ്? പ്രിയപ്പെട്ടവനാണ്. ദ ബിലവഡ്. ദ ലവർ ഈസ് ഫാദർ, ദ ബിലവഡ് ഈസ് ദ സൺ. ഇനിയും അദ്ദേഹം സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത് ഹോളി സ്പിരിറ്റ്
ഈസ് ലവ്. പരിശുദ്ധാത്മാവാണ് സ്നേഹം. ആ സ്നേഹം ലോകത്തിന് മുഴുവൻ വ്യാപിപ്പിക്കുന്നത് പിതാവാം ദൈവമാണ്. പ്രിയപ്പെട്ടവൻ, ദ ബിലവഡ് ഈസ് നൺ അതർ ദാൻ ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ നോക്കിക്കേ, ദിസ് കമ്മ്യൂണിയൻ ഓഫ് ലവ്, ഈ സ്നേഹത്തിന്റെ ഒരുമിപ്പാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ തൃത്വം, ത്രിയേക ദൈവം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ നോക്കിക്കേ, ഈ വേദഭാഗത്ത് ത്രിയേക ദൈവം. അതുകൊണ്ടാണ് സെന്റ് ഗ്രിഗറി ദ തിയോളജിയൻ, അദ്ദേഹം ഈ വേദഭാഗത്തെ കുറിച്ച് പറഞ്ഞ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ലവർ, ബിലവഡ് ആൻഡ് ലവ്. ഇന്നത്തെ ഈ ചിന്താ വിഷയത്തിൽ ഈ വാക്കൊന്ന് ഓർത്തിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ദ ലവർ, ദ ബിലവഡ് ആൻഡ് ദി ലവ്, ദാറ്റ് ഈസ് ദ ഹോളി ട്രിനിറ്റി. ഇനി ഇതിന്റെ ഒരു പ്രായോഗിക വശം കൂടെ പെട്ടെന്നൊന്ന് പറയട്ടെ. ദ ട്രിനിറ്റി ആസ് എ മോഡൽ ഫോർ ദി ചർച്ച് ആൻഡ് ദി ഹ്യൂമൻ കമ്മ്യൂണിറ്റി. സഭയ്ക്കും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിനും സ്നേഹത്തിന്റെ മനോഹര മാതൃക, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ തൃത്വമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും ഒന്നൊന്നിൽ ആകാതെ, അതേസമയം ഒന്നൊന്നിൽ നിന്ന് വൈരാഗ്യമോ ഭിന്നിപ്പോ ഭേദമോ കൂടാതെ ഏക സാരാംശത്തിൽ 3 വ്യക്തിത്വങ്ങളോടെ നിലകൊള്ളുന്ന സമൂഹം പിന്തുടരേണ്ടത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ വസിപ്പിൻ. അല്പം വിഷമിക്കുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്ത വാക്യത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ എന്ന ഒരു വാക്കുണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും കാര്യത്തിലേക്ക് പോയത്. ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സ്നേഹം, അത് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം, ആ ദൈവത്വത്തിൻ്റെ ഏക സാരാംശത്തിൽ കുടികൊള്ളുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ദ ലവർ, എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, നമ്മുടെ സുറിയാനി ഭാഷയിലെ മനോഹരമായ ഒരു വാക്കാണ് റഹമ്മാസ് നോശൂസോ, മനുഷ്യ സ്നേഹം. ഈ മകനെ ഭൂമിയിലേക്ക് മനുഷ്യാവതാരത്തിന് നിർബന്ധിച്ചത് പിതാവിൻ്റെ മനുഷ്യ സ്നേഹമാണ്. കാര്യം പിതാവ് സ്നേഹമാണ്, സ്നേഹിക്കുന്നവനാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നവനായതുകൊണ്ടാണ് തൻ്റെ വാത്സല്യപുത്രനെ, നിങ്ങൾക്കറിയാവോ, 2 പ്രാവശ്യം വെളിപ്പെടുത്തൽ നടത്തി. യോർദാന്റെ തീരത്ത് വെച്ച് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതുപോലെ തന്നെ മറുരൂപമലയിൽ വെച്ചും പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ പ്രിയപുത്രനെ പത്രോസിന് തള്ളിപ്പറയാനും യൂദായ്ക്ക് ഒറ്റിക്കൊടുക്കാനും യഹൂദന്മാർക്ക് കൊല്ലുവാനും വേണ്ടി ഞാൻ വിട്ടതിൻ്റെ കാരണം, ദാറ്റ് മച്ച് ഐ ലവ് യു, അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ബിക്കോസ് ഹി ഈസ് മൈ ബിലവഡ് ആൻഡ് ഐ ആം ദ ലവർ ആൻഡ് ദ ലവ് ഈസ് നൺ അതർ ദാൻ ഹോളി സ്പിരിറ്റ്. വിഷമിച്ചോ? പൊരുതരുതേ, ഓടരുതേ, പിന്നെ സ്നേഹത്തിൽ നിലനിൽക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതെങ്ങനെ പ്രായോഗികമാകും? അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. എന്നാ ഇപ്പം ഞാൻ പറഞ്ഞേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതെങ്ങനെ ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം, 15-ാം അധ്യായം, 17-ാം അധ്യായം സത്യത്തിൽ ഏറ്റവും മനോഹരമായ സന്ദർഭങ്ങളാണ്. ഈ 13-ാം അധ്യായത്തിലെ ഒരു സംഭവം 12 പേർക്കും ആകെപ്പാടെ വലിയ വിഷമാണ്. ദേ ആർ ലിവിങ് ഇൻ ദ മിസ്റ്റ് ഓഫ് ട്രബിൾഡ് വാട്ടർ. കാര്യം പത്രോസിനും സംശയം, യൂദായ്ക്ക് ആകെപ്പാടെ നിരാശ. കാര്യം ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് എന്ത് കഴിവുള്ള മനുഷ്യനാ, അത് ശരിക്കറിയാവുന്ന യൂദായ്ക്ക. പക്ഷെ അങ്ങരുത് ചുമ്മാ കഴുതപ്പുറത്ത് കയറി കൊച്ചുപിള്ളേരെയും കൂട്ടിയൊക്കെ പോവുക. ഭയങ്കര വിഷമം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര ഭിന്നത. ആ ഭിന്നതയിലെ പ്രധാന പ്രശ്നം, നമ്മിൽ വലിയവൻ, പക്ഷെ നമ്മുടെ പ്രാർത്ഥനത്തിൽ അതില്ല.
ഉണ്ടോ? ഉണ്ടോ? ആണ്ട് മിണ്ടാതിരിക്കുന്നു. അവിടെയാണ് എൻ്റെ ഒന്നാമത്തെ വാക്ക്, പൊരുതരുതേ. എന്നെ പൊരുതരുതേ. നിങ്ങൾക്ക് ഏറ്റവും ഇപ്പം വിമർശിക്കാൻ പറ്റിയ ഞങ്ങൾ ഈ അച്ഛന്മാരെ ആണല്ലോ. എന്നാലും ഞങ്ങൾ സ്നേഹത്തോടെ പറയുകയാണ്, നമ്മളെ മക്കളും പിതാവുമാണ്. നമുക്ക് തമ്മിൽ സത്യത്തിൽ ഈ ഭിന്നിപ്പിൻ്റെ ആവശ്യം ഉണ്ടോ? സത്യമായിട്ടും ഒന്ന് പറഞ്ഞേ, പൊരുതരുതേ പറയുന്നേ. അതിന് നസ്രായക്കാരൻ ചെയ്തത്, അദ്ദേഹം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇവരൊരുമിച്ചിരുന്ന സമയത്ത്, അതാണ് ഈ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് കർത്താവ് പ്രായോഗികമായി ശിഷ്യന്മാരെ പഠിപ്പിച്ച സന്ദർഭം. യേശു അരയിൽ തൂവാല ചുറ്റി. എന്നിട്ട് കർത്താവ് വന്ന് എന്നെടുത്തു പറയുന്നേ, ശിഷ്യന്മാരുടെ കാല് കഴുകി. ഇതൊരു വല്ലാത്ത സംഭവം. സാധാരണ എബ്രായക്കാർക്കൊരു ക്രമമുണ്ട്. എബ്രായക്കാരുടെ ക്രമത്തിൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന ആൾക്കാണ് പ്രാധാന്യം കൂടുതൽ. എന്നാൽ കർത്താവ് അതെല്ലാം മാറ്റിമറിച്ചു. കാല് കഴുകലിന് ഒരു പുതിയ തക്സ കർത്താവ് കൊണ്ടുവന്നു. ഇങ്ങോട്ട് നോക്കുന്നേ, അവരെ കണ്ടിട്ടില്ലേ? എന്നെയാണ് എത്ര നാളായി കണ്ടതാ, എന്നെ മുഖത്ത് നോക്കാൻ. ഇങ്ങോട്ട് നോക്കി, കർത്താവ് ഒരു പുതിയ ക്രമം കൊണ്ടുവന്നു. ആ പുതിയ ക്രമം എന്നാന്നോ? ഇളയവൻ മുതൽ മൂത്തവൻ വരെ. ഒന്നുകൂടെ പറഞ്ഞേ, പൊരുതാതിരിക്കാനുള്ള ഒരു വഴി പറയുന്നതാ. എവിടെ മുതൽ വേണം? ഇളയവൻ മുതൽ. ഞങ്ങൾ അച്ഛന്മാർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പ്രായമുള്ള അല്ലെ കോർപ്പിസ്കോപ്പ അച്ഛൻ പറയേണ്ടി ശുഭഹോ, അതാ ഇളയ അച്ഛൻ ചൊല്ലിയാൽ പിന്നെ ഒരു കോലോയ്ക്ക് ഞങ്ങളുടെ കോർപ്പിസ്കോപ്പ അച്ഛനോ പ്രായമുള്ള അച്ഛന്മാർ ശുഭഹോ പറയത്തില്ല. ശുഭഹോ പറയാതിരുന്നാൽ ആർക്ക് പോയി? ആണ്ട് മിണ്ടാതിരിക്കുന്ന ആർക്ക് പോയി? ദൈവത്തിന് പോയി എന്നാ നമ്മുടെ വിചാരം. എന്നാൽ ദൈവത്തിനൊന്നും പോകത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, ഒന്നാമത് ദൈവസ്നേഹത്തിൽ വസിക്കണമെങ്കിൽ സത്യത്തിൽ ഈ പ്രോട്ടോകോൾ ഒന്ന് ചേഞ്ച് ചെയ്യണം. പ്രോട്ടോകോൾ ഭംഗിയായി യേശു ക്രിസ്തു ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ മുതൽ പത്രോസ് വരെ അവരുടെ കാല് കഴുകി. ഇനി നിങ്ങൾ അടുത്ത് നോക്കണേ, 2 ശുശ്രൂഷകളുടെ ഘടന വളരെ രസകരമാണ്. ആ ഘടനയിൽ ഈ വാചകങ്ങളെല്ലാം ഉണ്ട്. എൽദോ പെരുന്നാളിനും കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് മാത്രമാണ് സുവിശേഷം വായിച്ച് പകുതിയാക്കും. എന്നിട്ട് അതിൻ്റെ മധ്യയാണ് എന്നത് വെച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷം ഏവെങ്കിലും വായിച്ചു പകുതിയാക്കും. എന്നിട്ട് പകുതിയാക്കിയിട്ട് എന്നത് നടത്തും, കൂദാശ നടത്തും. എൽദോയ്ക്കും അങ്ങനെ തന്നെയാണ്. എൽദോ ശുശ്രൂഷ അങ്ങനെയാണ്. പിന്നെ ഏതുവാ? അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. എബൈഡ് ഇൻ ലവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് എബൈഡ് ഇൻ മൈ വേർഡ്സ്, വസിക്കേണ്ടത്. അത് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ, ദൈവവചനത്തിൽ, ഈ വചനത്തിൽ വസിപ്പീൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഏവൻഗേലിയോൻ വായനയുടെ മധ്യേ ഈ ശുശ്രൂഷ ക്രമീകരിച്ചു. ഇതിനൊരു കാരണമുണ്ട്. ഈ ബാബിലോണ്യ തൽമൂദ്, ആ തൽമൂദി പറയുന്നത് തല മനുഷ്യന്റെ അധികാരത്തിന്റെ ചിഹ്നമാണ്, കൈകൾ മനുഷ്യന്റെ ഫലം, പ്രവൃത്തിയുടെ ഫലത്തിൻ്റെതാണ്. എന്നാൽ കാലുകൾ അത് യഥാർത്ഥത്തിൽ ബന്ധത്തിൻ്റെ, കമ്മിറ്റ്മെന്റിന്റെ ചിഹ്നമാണ്. എന്നത് കാല്. ഈ പിശാച് ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്തത് കുതികാൽ തകർത്തു. ആരുടെ കുതികാൽ തകർത്തു? അത് ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അതേസമയം പിശാചിനോട് പറഞ്ഞു, നിന്റെ തല, സ്ത്രീയുടെ സന്തതി തകർക്കും. എന്നാൽ പിശാച് മനുഷ്യനോട് ചെയ്ത എന്നാന്നറിയാവോ? പിശാച് മനുഷ്യന്റെ കുതികാൽ തകർത്തു.
കുതികാൽ തകർത്തപ്പോൾ ബന്ധം വിച്ഛേദിച്ചു. ഇങ്ങോട്ട് നോക്കിയേ, തെറ്റരുത്, ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. കുതികാൽ തകർത്തപ്പോൾ എന്നെ പോയി. ഇനി ബന്ധം നന്നാകണമെങ്കിൽ കാല് കഴുകാതെ നിവൃത്തിയില്ല. നോക്കിക്കേ, എന്നാ ഇപ്പം ഞാൻ പറഞ്ഞത്? ബന്ധം നന്നാകണമെങ്കിൽ എന്നാ എടുക്കണം? അതുകൊണ്ട് ഈ കാല് കഴുകൽ ഒരു ചുമ്മാ വെറുതെ ഒരു രസത്തിന് ഇന്ന കാലൂടെ കഴുകിയേക്കാം. അതാ പത്രോസിന് തോന്നിയത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഏതായാലും കഴുകിയല്ലേ, മൊത്തം കഴുകിയേക്കാൻ പറഞ്ഞു. അങ്ങനെ കഴുകിയതല്ല. പിശാച് ഏദന്റെ പറുദീസയിൽ വെച്ച് കുതികാല് കളഞ്ഞു, ബന്ധം വിടർത്തി. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴുകി. എന്നത് കാല് കഴുകി. അങ്ങനെയാണ് പുതിയ ബന്ധം, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, അത് പൂർത്തീകരിച്ച് പറുദീസയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്നാമതേ ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാണുമ്പോഴേ ഈ അച്ഛന് നിർത്താൻ മേലെ എന്ന് ചോദ്യം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. പൊരുതരുതേ. തമ്മിൽ ഭയങ്കര ഭിന്നത. ആരാണ് വലിയവൻ എന്ന പ്രശ്നം. അപ്പോഴാണ് തകർത്ത കുതികാലെ പരിശുദ്ധമാക്കുന്നതിന് വേണ്ടി ഇളയവൻ മുതൽ മൂത്തവൻ വരെ കാല് വൃത്തിയാക്കി. ആരാണ് വലിയവൻ എന്ന പ്രശ്നം, പൊരുതുവാനുള്ള വ്യഗ്രത, ഭിന്നതയുടെ മാനസികാവസ്ഥ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ബാക്കി പറ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. രണ്ടാമത്, അബൈഡ് ഇൻ മൈ വേർഡ്സ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അബൈഡ് ഇൻ മൈ ഡീഡ്സ്, എൻ്റെ ശുശ്രൂഷയിൽ. യേശുക്രിസ്തു പറയുന്ന ഒരു വലിയ വാക്ക്, വളരെ അടിസ്ഥാനപരമായ വാക്ക്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ നൽകുവാനും ഞാൻ വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് ക്രിസ്തു നൽകിയ ശുശ്രൂഷയിൽ വസിക്കുന്നതിലൂടെയാണ്. ആത്യന്തികമായി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്ന വാക്കാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. എന്നിൽ വസിപ്പീൻ. നിങ്ങൾ ഓർക്കണേ, ഈ ദൈവീക സാരാംശത്തിൽ അല്ലെ ദൈവീകതയിൽ നമുക്ക് പങ്കാളികളാകുന്നതാണ് പ്രതിദിന പ്രാർത്ഥന, കൗദാശിക ജീവിതം, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ. ഇതിലൂടെ നാം ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരുന്നു.